ഇന്നിവിടെ വിനോദേട്ടൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാർ വരുവേ. വീക്കെൻഡ് ആയതുകൊണ്ടേ കറികളത് വെക്കണം ഇത് വെക്കണം എന്നെല്ലാം പറഞ്ഞു എന്നെ ഏൽപ്പിച്ചേക്കും. ഒരു 100 കൂട്ടം പണിയുണ്ട് എനിക്ക്. ഇഷ്ടംപോലെ അടുക്കള കുക്കിങ്ങിൻ്റെ ബഹളമാണ് ഇവിടെ. നേരം വെളുത്തപ്പം മുതൽ ഞാൻ തുടങ്ങിയതാട്ടോ. ഓരോന്നോരോന്ന് മീനും അതും ഇതുമൊക്കെ. ഇവിടെ ഒരാളിരിക്കുന്ന ഭയങ്കര സഹായി, എപ്പോഴും എൻ്റെ കൂടെ കാണത്തില്ലേ. എന്ത് ചെയ്താലും എൻ്റെ കൂടെ കാണിച്ചു തരാവേ. കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല, സൂം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എനിക്ക്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരാളിനെ കണ്ടോ കമ്പ്യൂട്ടർ ലാപ്ടോപ്പും തുറന്നു വെച്ചുകൊണ്ട് അതിൽ നോക്കിക്കൊണ്ടിരിക്കുക. ബോറടിക്കുക അതിനകത്ത് ഇരുന്നിട്ട്. ഇവിടെ ജോലി ചെയ്യാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണ്ടേ, അതിന് പതുക്കെ ഇറങ്ങുക. അതിന് അവിടെ ഇരിക്കുക. ചേട്ടനല്ലേ, ഏട്ടൻ്റെ കൂട്ടുകാരല്ലേ ഇവിടെ വിരുന്നിന് വിളിച്ച്? ആണോ? നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് സന്തോഷമുള്ള കാര്യം. എന്തെല്ലാം ജോലികൾ ഇവിടെ കിടക്കുന്നു. ചേട്ടാ അവിടെ പിന്നെ ലാപ്ടോപ്പും കൊണ്ട് ആരാ നമ്മുടെ ആൾക്കാരില്ല അല്ലാത്ത? എല്ലാവരും ചേട്ടൻ ഈ ലോകത്തുള്ളവരെല്ലാം നമ്മുടെ ആൾക്കാരാ. അതെന്തിനാ പറയുന്നത് ചേട്ടന്? ചേട്ടനൊന്നും ചെയ്യാൻ വയ്യ. അവർക്കൊരു മീൻകറി കൂട്ടി എന്തുവാ ഇവിടെ ആര് വരുന്നെന്ന് പറഞ്ഞാൽ, എന്ത് വിശേഷ ഓണം ക്രിസ്മസ് വിഷു എന്തു ആയിക്കോട്ടെ ലാപ്ടോപ്പും കൊണ്ടങ്ങിരിക്കും. അതിനകത്ത് ഭയങ്കര ബിസിയാ. ഇതിന്റെ ഇടയ്ക്ക് ഓക്കെ അങ്ങനെ ചെയ്യുന്നവരാന്നിരിക്കട്ടെ, ഇടയ്ക്ക് വരും. എന്തിനാ ഇടയ്ക്ക് ഓരോന്ന് തിന്നാൻ വരുന്നേ, ഓരോന്ന് പൊറിക്കാൻ വരും. അതല്ല, പണിയല്ലേ ഏകദേശം കഴിഞ്ഞോന്ന് നോക്കൂ. കഴിഞ്ഞെന്ന് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായിക്കണോ? എന്തോ നമ്മുടെ ആൾക്കാരാണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കേണ്ടത്. ചിക്കനുണ്ട്, ബീഫുണ്ട്, മീനുണ്ട്, മീൻ മറക്കണം. ഇങ്ങോട്ട് വാ. ഇതാ സ്വഭാവം. എല്ലാരും ചോദിക്കും എന്തോ ഒരു സഹായമാ, എല്ലാം വിനോദം സഹായിച്ചു കൊടുക്കും. ഈ ലാപ്ടോപ്പ് തല്ലി പൊട്ടിക്കണം, അതും കൊണ്ട് അവിടെ ഇരിക്കും. ചുമ്മാ നേരം വെളുത്തപ്പം പോലെ പറയുന്നത് ഇങ്ങനെയല്ലേ, ഒരു 10 മിനിറ്റ് ഇതെല്ലാം ഒന്ന് ഒഴിവായി കഴുകാൻ പാത്രമെല്ലാം നമ്മുടെ പുറകെ നമ്മൾ ഇടുമല്ലോ. ഏകദേശം ജോലി കഴിയും. അപ്പൊ പറയും എന്തെങ്കിലും ചെയ്യണോ? ദിലീപില്ല സിനിമയ്ക്കകത്ത് ചോദിക്കുന്നല്ലോ, എന്തെങ്കിലും ഹെൽപ്പ് വേണം. അവിടെ പോയിരിക്കും, ഒരു വാർത്ത ചെയ്തു തരത്തില്ല. കണ്ട നീ അതിരുന്നിട്ട് ചെയ്യുമല്ലോ. ഭയങ്കര ആലോചിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന, ചുമ്മാ ഇടക്കിടക്ക് ഇങ്ങോട്ട് നോക്കും. പറ്റില്ല. ഇങ്ങനെ ഒരാളെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ?